Let's dance. നമസ്കാരം. ലെറ്റ്സ് ഡാൻസ് സീസൺ 2ലേക്ക് സ്വാഗതം. എന്നത്തെ പോലെയും ഈ എപ്പിസോഡും സ്വർണ്ണ എപ്പിസോഡായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പ്ലീസ് വെൽക്കം നമ്മുടെ ഓസം പാനൽ ഓഫ് ജഡ്ജസ്, ലൈല മജ്നു, റോമിയോ ആൻഡ് ജൂലിയറ്റ്, നമ്മുടെ പ്രിയങ്കരിയായ ചീഫ് ജഡ്ജ് ശാന്തി മാസ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ജഡ്ജസിനെ സ്വാഗതം ചെയ്തു. ഇനി നമുക്ക് റൗണ്ട്സിലേക്ക് പോകാം. 1970s മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ടിൽ നമുക്ക് നോക്കാം ആരാണ് വരുന്നത്. യെസ്, ഇവരൊരു പൊട്ടാസ് ബോംബ് പോലെയാണ്. Great things come in small packages. Please welcome Madhu and Sandra. 1970s-ലെ അന്ന് നിന്റെ നുണക്കുഴി എന്ന സോങ്ങാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേജ് കാണാം അല്ലേ? അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, കെട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, കെട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി. അന്നു നിന്റെ മിഴിയാകും മലർപ്പൊയ്കയിൽ പൊൻകിനാവിന്നര എന്ന നിറങ്ങാറില്ല. അന്നു നിന്റെ മിഴിയാകും മലർപ്പൊയ്കയിൽ പൊൻകിനാവിന്നര എന്ന നിറങ്ങാറില്ല. പാട്ടുപാടി തന്നില്ലെങ്കിൽ, പൂപറിക്കാൻ വന്നില്ലെങ്കിൽ, പാലൊളി പുഞ്ചിരിമായും പാവാടക്കാരി, പിന്നെ നീലക്കണ്ണിൽ നീരു തുളുമ്പും പാവാടക്കാരി. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, കെട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി. അന്നു നിന്റെ മനസ്സിലി മലരമ്പില്ല, കൺമുനയിൽ ഇന്നു കാണും കവിതയില്ല. അന്നു നിന്റെ മനസ്സിലി മലരമ്പില്ല, കൺമുനയിൽ ഇന്നു കാണും കവിതയില്ല. പള്ളിക്കൂട മുറ്റത്തുള്ള മല്ലികപ്പൂമരം ചാരി പാഠം നോക്കി പഠിക്കുന്ന പാവാടക്കാരി, കണ്ടാൽ പാറി പാറി പറന്നു പോകും പാവാടക്കാരി. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, കെട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി. അന്നു നിന്റെ മിഴിയാകും മലർപ്പൊയ്കയിൽ പൊൻകിനാവിന്നര എന്ന നിറങ്ങാറില്ല. അന്നു നിന്റെ മിഴിയാകും മലർപ്പൊയ്കയിൽ പൊൻകിനാവിന്നര എന്ന നിറങ്ങാറില്ല. പാട്ടുപാടി തന്നില്ലെങ്കിൽ, പൂപറിക്കാൻ വന്നില്ലെങ്കിൽ, പാലൊളി പുഞ്ചിരിമായും പാവാടക്കാരി, പിന്നെ നീലക്കണ്ണിൽ നീരു തുളുമ്പും പാവാടക്കാരി. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല.
പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, കെട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി. മധു, സാൻഡ്ര, ബ്യൂട്ടിഫുൾ ആയൊരു നൊസ്റ്റാൾജിക് പെർഫോമൻസ് ആയിരുന്നു. ആ പാവാടക്കാരി ഒന്ന് കാണിക്കോ എങ്ങനെയായിരുന്നു? ഒരു വെരി സ്വീറ്റ് പെർഫോമൻസ്. നമുക്ക് ജഡ്ജസിലേക്ക് പോകാം. ലൈല മജ്നു. Hi, Madhu and Sandra. Hi. I loved your performance. Thank you. It was എന്താ പറയാ, ഒരു ക്യൂട്ടായിട്ട് ഒരു നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. പാടുന്നത് മാത്രം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാണ്. പക്ഷെ ഓൾ ഓവർ നല്ല പെർഫോമൻസ്. ആൻഡ് യു ഓൾസോ ഡാൻസ് റിയലി വെൽ, സാൻഡ്ര. Thank you. ഓൾ ദ ബെസ്റ്റ്. റോമിയോ ജൂലിയറ്റ്. മധു, സാന്ദ്ര, Hi. ഈ കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അമ്മേ ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോവാണ്, ആ ടൈപ്പാണെന്ന്, സത്യം മാസ്റ്ററുടെ സോങ് ആണെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നസീർ സാറിൻ്റെ ആണ് ചെയ്തത്. ഈ കോസ്റ്റ്യൂം എന്താ ഈ ഒരു സോങ്ങിന് ചൂസ് ചെയ്യാൻ കാരണം? സോങ് ഇതില് ഇതന്നെ ഇടണ പാന്റും ഈ സെയിം ഇതായതുകൊണ്ട് തന്നെയാണ് ചൂസ് ചെയ്തത്. പിന്നെ എനിക്ക് ഈ സോങ്ങിന് മധുവിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റിഫ്നെസ് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നി. അതാണ് കാര്യം. പൊട്ടാസ് ബോംബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ റോൾ പൊട്ടാസ് ഉണ്ടല്ലോ, ടേ 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 എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വെടി പൊട്ടൂല. അതേപോലെ ഇത് ഒരല്പം താന്നുപോയി. ഞാൻ എക്സ്പെക്ട് ചെയ്ത ലെവലിൽ മധുവും സാന്ദ്രയും പെർഫോം ചെയ്തില്ല. എങ്കിലും ഓവറോൾ ആ ഒരു ഇത് സോങ് സെലക്ഷൻ നന്നായിരുന്നു. ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു. ഒരുപക്ഷെ എക്സ്പെക്ടേഷൻ കൂടിപ്പോയതുണ്ടാവാം. ആ എക്സ്പെക്ടേഷൻ അടുത്ത റൗണ്ടിൽ മീറ്റ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, രണ്ട് ജഡ്ജസിന് ഒരു കൈൻഡ് ഓഫ് ഡിഫറെന്റ് കമന്റ്സ് ആണ്. ശാന്തി മാസ്റ്റർ. മോനു, സീജൻ എൻ്റെ അടുത്ത് എന്താ ആക്ഷൻ കാണിക്കാൻ പറഞ്ഞേ? ഏത് വരിയുടെയാ അത്? പാവടക്കാരി. എവിടെയാ പാവടക്കാരി? അത് പാവടക്കാരിയാണോ? സിനിമയിലെ ഈ കോസ്റ്റ്യൂമാണോ? സിനിമയിൽ സാരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാരി. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസ്, പിന്നെ അതിനായിട്ടുള്ള ആക്ഷനും കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഒരുമാതിരി ഒരു മോഡേൺ, അന്നത്തെ കാലത്ത് അനുസരിച്ച് ഒരു മോഡേൺ ആണ്. ഒരു ടൈറ്റ് ചുടിയും പിന്നെ ഒരു നല്ല ഇതൊക്കെ വെച്ചിട്ടുള്ള ബോ ഒക്കെ വെച്ചിട്ടുള്ള ഷർട്ട്സ്, അങ്ങനെയാണ് ഒരു ഫോർമൽ കോസ്റ്റ്യൂമിലാണ് ഇപ്പോൾ മോൻ വന്നിട്ടുള്ളത് അല്ലേ? അപ്പം നമ്മൾ കണ്ണെഴുതിയില്ല, പൊട്ട് തൊട്ടില്ല, എല്ലാം ഒന്നും ശരിയാക്കില്ല, പാവടക്കാരിന്ന് പാടുമ്പോൾ നമുക്കൊരു സ്റ്റേജിൽ അറ്റ്ലീസ്റ്റ് ഒരു പാവട ആവണമായിരുന്നു. ആ ഒരു വരി വരുന്നതുണ്ട്. പിന്നെ മോനും ആ ആക്ഷൻ ഒന്ന് കാണിച്ചതുണ്ട് അല്ലേ? വേണമോ അല്ലയോ? എന്നാലല്ലേ അത് കറക്റ്റ് ആവുള്ളൂ. അതൊന്ന്. പിന്നെ ഇപ്പം നിങ്ങൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത? ഒരു കുട യൂസ് ചെയ്തു, പിന്നെ ഒരു പുസ്തകം, പിന്നെ ഒരു വടി, പിന്നെ വേറെ ഒരു കാര്യം യൂസ് ചെയ്തല്ലോ. എന്തായിരുന്നു അത്? ഫ്ലവർ. അതെന്താണ്? ഓല. ഇപ്പം നിങ്ങൾ ആരാണ്? ബാക്ക് ഡ്രോപ്പ് എന്താണ്? നിങ്ങൾ മോഡേൺ കോസ്റ്റ്യൂമിൽ എവിടെ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ ഇതിലേക്ക് പോയത്? നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഒരു കണക്ഷൻ ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ്, ഉടുത്തിരിക്കുന്ന ഉടുപ്പ്, അതായിട്ടുള്ള ഇപ്പം നിങ്ങൾ ഒരു മുണ്ടും ഷർട്ടും ഒരു സാരിയോ പാവടയോ, നമുക്കൊരു വില്ലേജ് അറ്റ്മോസ്ഫിയർ, ഈ കൊട, പിന്നെ ഇല്ലാത്ത വേറെ ഒരു കയ്യിൽ ഒരു തണ്ണി കുടം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതും ഓലയും യൂസ് ചെയ്തിരുന്ന ഒരു കണക്ഷൻ ഉണ്ടാവും യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിന്. അത് ഇല്ലാതായിപ്പോയി. ചുമ്മാ ഒരു പഴമ കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടായിരുന്ന ചില സാധനങ്ങൾ കാണിക്കുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? കൊറിയോഗ്രാഫി സിമ്പിൾ ഒരു ഈര ഫീൽ ചെയ്യേണ്ട ഒരു കൊറിയോഗ്രാഫി ആയിരുന്നു. ഇനി വരുന്ന റൗണ്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ചെറിയ കുട്ടികളല്ല, നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫർദർ റൗണ്ട്സ്. താങ്ക് യു ശാന്തി മാസ്റ്റർ. അപ്പോൾ നമുക്ക് സ്റ്റാർസിലേക്ക് പോകാം. ലൈല മജ്നു 4 stars. ഓക്കെ, റോമിയോ ജൂലിയറ്റ് 3.5 stars. ഓക്കെ മാം, 3 stars. അപ്പോൾ 10.5. നോട്ട് ബാഡ്. ശാന്തി മാസ്റ്റർ ഒക്കെ പറഞ്ഞ പോലെ ഡീറ്റെയിലിംഗിൽ കുറച്ചും കൂടി നമുക്ക് ശ്രദ്ധിക്കണം. ബിക്കോസ് കോമ്പറ്റീഷൻ ഇനി റൗണ്ട്സ് വരുമ്പം ജഡ്ജിങ് കുറച്ചും കൂടി ടഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഹാർഡ് വർക്ക്.
എല്ലാം ഒരു റിപ്പീറ്റേഷൻ ഇല്ലാതെ ഫ്രഷ് സ്റ്റെപ്സ് ആയിരുന്നു. വെരി ഗുഡ്. രണ്ടുപേർക്കും കോമഡി എലിമെന്റ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു റൗണ്ട് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് അതിനെക്കാട്ടിലും സൂപ്പറായിരിക്കണം. എന്തെങ്കിലും ഒരു വാവ് ഫാക്ടർ.